അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, മുടി ചീവുന്ന ഒരു കാര്യം. പക്ഷെ 1-2 പ്രാവശ്യം നമ്മളൊന്ന് അത് ചെയ്ത് നമുക്ക് ആ സ്റ്റൈല് കൂടുതൽ ചേരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റൈലുകളും സ്റ്റൈലിസ്റ്റുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ നമുക്ക് വേണ്ട സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു സ്റ്റൈൽ ഉണ്ടാവും അല്ലേ. നമ്മുടെ സ്കിൻ കെയറിന് ഒരു സ്റ്റൈൽ ഉണ്ടാവും, ഹെയർ കെയറിന് ഒരു സ്റ്റൈൽ ഉണ്ടാകും, അതുപോലെ നമ്മുടെ മേക്കപ്പിനൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ കുറേ നാളായിട്ട് ഒരേ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു സ്റ്റൈലും ചെയ്തിട്ടില്ല, എന്നാൽ ഇനിയിപ്പം എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ നമുക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ ഓവറോൾ ലുക്കിനെയൊക്കെ ഒന്ന് മാറ്റി കൂടുതൽ സുന്ദരികളായിട്ട് പുതിയൊരു ലുക്ക്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ലുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാവേ. അപ്പോൾ നമ്മൾ മേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ബ്യൂട്ടി ഉണ്ടല്ലേ. അപ്പോൾ ആ ബ്യൂട്ടീനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളെ കൂടുതൽ ഭംഗിയുള്ളവരായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ടും അതുപോലെ നല്ല ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നാച്ചുറലി നമ്മളെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് മുഖം ഒന്ന് വെറ്റാവുന്നവരെ ആവിയൊക്കെ പിടിച്ചിട്ട് അധികം തരിയില്ലാത്ത ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ ഹോം മെയ്ഡോ സ്ക്രബ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരും. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ നമ്മുടെ പുരുകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നല്ല ഷേപ്പിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പുരുകമൊക്കെ ഒന്ന് പറിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നിങ്ങൾക്ക് പുരുകം പറിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ പുരുകം പറിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഒരു കണ്ണാടി, ഇതിന് 2 വശമുണ്ട്. ഒരു വശം നമ്മുടെ ഫേസൊക്കെ നല്ല ബിഗ്ഗായിട്ട് കാണും, ഒരു വശം നോർമലായിട്ട് കാണുന്നത്. അപ്പോൾ ബിഗ്ഗായിട്ട് കാണുന്ന വശം വെച്ചിട്ട് നമ്മൾ, ഇത് പ്ലക്കറാണ്, ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ലേഡി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് കണ്ട പ്ലക്കർ, ഇതുകൊണ്ട് നമുക്ക് പുരുകം പറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് പുരുകം വെട്ടാനാണ്. അപ്പം നമ്മുടെ ആ എക്സ്ട്രാ ലൈൻ കഴിഞ്ഞ് നിൽക്കുന്ന പുരുകമൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വിട്ടാൽ നല്ല പുരുകമൊക്കെ നല്ല ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുരുകം ഒന്ന് ഭംഗിയാക്കി നല്ല ഷേപ്പാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടിയുടെ ഒരു 80% നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കൂടെ തന്നെ ഇപ്പം ഇച്ചിരി പ്രായമൊക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുരുകത്തിൽ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത്, ഒരുപാട് എഴുതണ്ട, ചെറുതായിട്ടൊന്ന് ഫില്ലൊക്കെ ചെയ്ത് ഒന്ന് നല്ല രീതിക്ക് നല്ല തിക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. അടുത്തത് നമുക്ക് കണ്ണെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊന്നും കണ്ണെഴുതണമോ കൺമഷിയോ അല്ലെങ്കിൽ ഐലൈനറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കൺമഷിയെങ്കിലും നമ്മുടെ കണ്ണിൽ ഈ താഴെ വാട്ടർ ലൈനയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിന് കൂടുതൽ ബ്ലാക്ക് കളറ് തരാനും നമ്മളെ ഒറ്റ ലുക്കിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അതുപോലെ ഐലൈനറൊക്കെ എഴുതാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഐലൈനർ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കാജലെങ്കിലും നമ്മുടെ കണ്ണിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്യൂട്ടി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും പലർക്കും ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലിപ്സ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത്, നമ്മുടെ ലിപ്സിലൊക്കെ എപ്പോഴും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണ് ണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കളേർഡ് ആയിട്ടുള്ള ലിപ് ബാം ഉപയോഗിക്കാം, ചെറുതായിട്ട് ടിൻ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വെറുതെ നോർമലി വാസ്ലിനോ അല്ലെങ്കിൽ നോർമൽ കളർ ഇല്ലാത്ത ലിപ് ബാം ഒക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ലിപ്സ് നല്ല പ്ലംബി ആയിട്ടിരിക്കും. ഇനിയിപ്പം നമ്മുടെ ലിപ്സൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് ഒരുപാട് പാടല്ലേ, അതൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ പണിയല്ലേ എന്ന് വിചാരിക്കുന്നവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യൂല. അപ്പോൾ ആ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും.
അപ്പോൾ ആ സോക്കായി കഴിഞ്ഞ് നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലിപ്സ് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. അത് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരവും ഒരു വാസ്ലീനോ അല്ലെങ്കിൽ ഒരു ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിപ് മോയ്സ്ചറൈസർ നമ്മുടെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മുടെ ലിപ്സ് ഡെഡ് സ്കിൻസ് ഒക്കെ ഇല്ലാതെ നല്ല പ്ലംബി ആയിട്ടിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ രാവിലെ അറ്റ്ലീസ്റ്റ് ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിലിരിക്കുന്നവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണതും നമ്മുടെ ബ്യൂട്ടി ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ. എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ലുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യണത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്തിടുക, ഒന്നെങ്കിൽ സ്റ്റെപ്പ് കട്ടോ ലെയർ കട്ടോ, ഇനിയിപ്പോൾ ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബട്ടർഫ്ലൈ കട്ട് അല്ലെങ്കിൽ ഫെദർ കട്ട്, അങ്ങനത്തെ ഒരുപാട് കട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കട്ട് ചെയ്തിടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് മുടിയൊക്കെ അധികം ഇല്ലാത്തവരുണ്ടാകും, അതായത് തിക്നെസ് കുറവുള്ള മുടിയുള്ളവരാണ്, അവർക്ക് ബാക്കിലൊന്നും കട്ട് ചെയ്യാനായിട്ട് മുടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചിൻ ലെവലിൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ട് മാത്രം ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഹെയറിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ഓയിലൊക്കെ വെച്ച് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ലോണം ഷാമ്പൂ ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ ഒരുപാട് ഇങ്ങനെ പറന്ന് കിടക്കുന്ന രീതിയല്ല, ഒരുപാട് ഓയിലി ആയിട്ടുള്ള രീതിയിൽ ഇടാതെ. ഇപ്പോൾ ഒരുപാട് ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിറം ഉപയോഗിച്ചാൽ അവരുടെ മുടിയൊക്കെ ഒന്ന് നല്ല സിൽക്കി ആയിട്ട് കിടക്കും. ഇല്ലെങ്കിൽ ചില ഷാമ്പൂകൾ തന്നെയുണ്ട് നമുക്ക്. ഇപ്പോൾ ഡെയിലി കെയർ ഷാമ്പൂകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങ് പറന്ന് നിൽക്കൂല, എന്നാൽ നമുക്ക് സിറംസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യവും വരില്ല. അപ്പം അതുപോലെ ഒരു ഷൈനി ആയിട്ട് ഹെയർ ഇരിക്കുകയൊക്കെ ചെയ്തോളൂ. അതുപോലെ ഷാമ്പൂ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഇനി മുടി നല്ലോണം ലെങ്തി ആയിട്ടും തിക്നെസ് ആയിട്ടും ഒക്കെ മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു യു കട്ട് താഴെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു വി കട്ടോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് യു കട്ടോ ഒക്കെ കൊടുത്ത് നമ്മുടെ മുടിയൊന്ന് ഭംഗിയായിട്ട് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും ഒന്നും എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് എണ്ണയുടെ ഒരു ആവശ്യമില്ല. അപ്പം നമ്മുടെ സ്കാൽപ്പും ഹെയർ ഒക്കെ ഒന്ന് മോയ്സ്ചർ ആയിട്ടിരിക്കാനാണ് നമ്മൾ ശരിക്കും ഓയിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് എത്രയാണോ ഹെയർ ഉള്ളത് അത് ഹെൽത്തി ആയിട്ടിരിക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഹോട്ട് ഓയിൽ ചെയ്യുക, ഒരു സ്പാ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇടയ്ക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പം അതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഞാൻ വീട്ടിൽ തന്നെ ഹോട്ട് ഓയിൽ, ഹെയർ സ്പാ ഇതൊക്കെ ചെയ്യണ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതുമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഹോട്ട് ഓയിലോ അല്ലെങ്കിൽ സ്പായൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുക. ഹെയർ കെയർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ചിലർ കാതിലൊരു കമ്മലിട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിത അവസാനം വരെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി മേക്ക് ഓവറൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് മാച്ചാകുന്ന കളറുകൾ. അപ്പോൾ ചിലർക്കൊക്കെ വലിയ കമ്മലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് അതൊക്കെ ഒന്ന് പോയി എവിടെയെങ്കിലും ഒക്കെ പോയി നമ്മുടെ ഹെയർ സ്റ്റൈലും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇഷ്ടപ്പെടും. അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ നോക്കണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പോലെ മാലയൊക്കെ മാറ്റിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ് കോഡിനനുസരിച്ച് നമുക്ക് പൊട്ടൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പൊട്ടൊക്കെ വെക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റൈലൊന്ന് മാറ്റിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ, മുടി ചീവുന്ന ഒരു കാര്യം. ചിലർ ഒരേ സ്റ്റൈലിൽ തന്നെയായിരിക്കും, ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചീവും, അല്ലെങ്കിൽ പുറകോട്ട് തന്നെ ചീവും, ഇല്ലെങ്കിൽ ഇങ്ങനെ പുട്ടപ്പ് തന്നെ ചെയ്യും, അഴിച്ചിടത്തില്ല. അങ്ങനെയൊക്കെ
ഓരോ സ്റ്റൈലുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി നോക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലപ്പോൾ. അത് അയ്യോ ഇങ്ങനെ ഇട്ടാൽ ഒരു ഭംഗിയില്ല പുറത്ത് പോകുമ്പോൾ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ 1-2 പ്രാവശ്യം നമ്മളൊന്ന് അത് ചെയ്ത് നോക്കി വീട്ടിലിരിക്കുമ്പോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റൈല് കൂടുതൽ ചേരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം സ്റ്റൈലുകൾ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റൈലുകളും സ്റ്റൈലിസ്റ്റുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചേരുന്ന ഒരു സ്റ്റൈൽ എപ്പോഴും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക, നമ്മൾ തന്നെ അത് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് വേണ്ട സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ഭംഗിയുള്ളവരായിട്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പതുക്കെ മേക്കപ്പ് ഒക്കെ കുറേശ്ശെ ഇട്ട് നോക്കണം എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നോക്കാം. ഒരുപാട് ഹെവി ആയിട്ടല്ല, ലൈറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യണതും നമ്മുടെ ലുക്കിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ലുക്കിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.